റിപ്പോർട്ടർ ഇംപാക്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം മുറുകുമ്പോൾ വോട്ടപ്പട്ടികയിലെ വ്യാജ വോട്ടിലാണ് ചർച്ച. റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ ആ കാര്യങ്ങൾ വെളിപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ആ വാർത്തയിൽ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുന്നു. അന്വേഷണം നടത്താൻ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. തഹസിൽദാർമാരോടും റിട്ടേണിംഗ് ഓഫീസർമാരോടും വോട്ടപ്പട്ടിക പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം LDF സ്ഥാനാർത്ഥി P. സരിന്റെ പാലക്കാട്ടെ വോട്ടിനെതിരെ കോൺഗ്രസിന് പിന്നാലെ BJPയും രംഗത്തെത്തി. എന്നാൽ ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് സരിൻ. സത്യം ബോധ്യപ്പെടുത്താൻ 4 മണിക്ക് വീട്ടിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു സരിൻ. വ്യാജ വോട്ടിൽ റിപ്പോർട്ടിന്റെ അന്വേഷണം തുടരുകയാണ്. റോഷിപാൽ, അൽ അമീൻ, ദീപക് മലയമ്മ, സാനിയോ മനോമി, ഇക്ബാൽ അറയ്ക്കൽ എന്നിവർ ഈ അന്വേഷണത്തിന്റെ ഇന്നത്തെ വിവരങ്ങളുമായുണ്ട്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, ചുരുങ്ങിയ സമയത്തിൽ റിപ്പോർട്ടർ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് 100 വ്യാജ വോട്ടുകൾ കണ്ടെത്തിയത്. അതും 4 ബൂത്തുകളിൽ നിന്നും. 180 ബൂത്തുകളിലെ സ്ഥിതി നോക്കുമ്പോൾ വലിയ കണക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ വാർത്തയിൽ കളക്ടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. BLOമാരെ വിളിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം റോഷിപാൽ? സ്മൃതി, വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ 100 വോട്ടുകൾ മാത്രം കണ്ടെത്തിയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വ്യാജ വോട്ടുകളുണ്ടെന്ന് CPM നേതൃത്വം ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും 3 ബൂത്തുകൾ മാത്രമാണ് നമ്മൾ വളരെ വിശദമായ ഒരു പരിശോധനയിലേക്ക് കടന്നത്. പ്രാഥമിക പരിശോധനയിൽ മാത്രം അതിൽ 100 വ്യാജ വോട്ടുകൾ കണ്ടെത്തി. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും പാലക്കാട്ടേക്ക് വോട്ട് അനധികൃതമായി ചേർത്തതാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൽ പലയിടങ്ങളിൽ നമ്മൾ വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടു. ഈ വാർത്തയിലാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്ക് അന്വേഷണത്തിനുള്ള ചുമതല നൽകി കഴിഞ്ഞു ജില്ലാ കളക്ടർ. അതിനൊപ്പം തന്നെ ഈ മേഖലയുള്ള BLOമാർ അടിയന്തരമായി ജില്ലാ കളക്ടർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വ്യാജ വോട്ട് ആരോപണമുയർന്ന റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങൾ അടിസ്ഥാനമാക്കി ആ പ്രദേശങ്ങളിൽ വളരെ വിശദമായൊരു പരിശോധന നടത്താനാണ് ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ തഹസിൽദാർക്കും ഒപ്പം റിട്ടേണിംഗ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ വിവാദമായി രാഷ്ട്രീയ വേദികളിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ CPM നേരത്തെ ഇക്കാര്യത്തിൽ പരാതി നൽകിയിരുന്നു. ഏതായാലും വ്യാജ വോട്ടുകൾ സംഘടിതമായാണോ ഇവിടെ ചേർക്കപ്പെട്ടത് എന്നത് പരിശോധിക്കും. അതിനൊപ്പം തന്നെ സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. ആ സാക്ഷ്യപത്രം വ്യാജമാണോ, ഇവർ സമർപ്പിച്ച രേഖകൾ, മേൽവിലാസം തെളിയിക്കുന്ന രേഖകളടക്കം വ്യാജമാണോ എന്ന കാര്യം കൂടി അന്വേഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 1 വർഷം തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഈ വോട്ടർമാർ ചെയ്തത്. പക്ഷേ പല വോട്ടർമാരും അവരറിയാതെ അപേക്ഷ നൽകിയെന്നടക്കമുള്ള രീതിയിൽ വിവരങ്ങൾ വരുന്നുണ്ട്. വലിയ രീതിയിൽ ഈ വോട്ടുകൾ മലമ്പുഴ മണ്ഡലത്തിലെ തൊട്ടടുത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിവസങ്ങളിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഇവർക്കൊക്കെ 2 ഐഡന്റിറ്റി കാർഡുകൾ, തിരിച്ചറിയൽ കാർഡുകൾ കൂടിയുണ്ട്. അതും ഏറ്റവും വലിയ കുറ്റം കൂടിയാണ്. ഇവർക്ക് മലമ്പുഴ മണ്ഡലത്തിൽ ഒരു ഐഡന്റിറ്റി കാർഡ്, പുതുതായി പാലക്കാട് മണ്ഡലത്തിൽ കൂട്ടിച്ചേർത്ത പട്ടികയിൽ ഇവർ ഇടം നേടുമ്പോൾ അവിടെ മറ്റൊരു ഐഡന്റിറ്റി കാർഡ്. അങ്ങനെ വ്യാപകമായ രീതിയിൽ 2 ഐഡന്റിറ്റി കാർഡുകൾ ഈ വ്യാജ വോട്ടുകൾ ആയി ഈ പട്ടികയിൽ ഇടം നേടിയവരുടെ കൈവശമുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ BLOമാരുടെ പങ്കാളിത്തം കൂടി പരിശോധിക്കും ജില്ലാ ഭരണകൂടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ BLO നേരിട്ട് ഹാജരാകാൻ കളക്ടർ നിർദ്ദേശം നൽകിയത്. ഏതായാലും അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാനാണ് സാധ്യത. കാരണം 20-ന് പാലക്കാട്ട് നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് തന്നെ അന്വേഷണ റിപ്പോർട്ട് ശേഖരിച്ച് അതിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. സ്മൃതി, ശരി, നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും തയ്യാറാണ് വിശദാംശങ്ങളുമായി. അല്ലമീനിലേക്ക്.